നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന വിലയിരുത്തലുള്ള ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹിയ സിൻവാർ ഒളിവിൽ കഴിയുന്നത് ഖാൻ യൂണിസിലെ തുരങ്കത്തിലെന്ന് റിപ്പോർട്ട്. 1300-ലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. തിന്മയുടെ മുഖമെന്ന ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന യഹിയ സിൻവാർ ഇസ്രായേലിന്റെ പ്രധാന നോട്ടപ്പുള്ളി കൂടിയാണ്. ഇയാൾ ഇപ്പോൾ ഇസ്രായേലിനെ പേടിപ്പിച്ച മാളത്തിലാണ് ഒളിക്കുന്നത് എന്നാണ് IDF ആരോപിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഗസയിലെ ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. യഹിയ സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുണ്ട് എന്ന പേരിലുള്ള വീഡിയോ IDF ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട്. 3 കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത്. ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത്. മുതിർന്നയാൾ യഹിയ സിൻവാർ ആണെന്നാണ് ഇസ്രായേൽ അവകാശവാദം. ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത്. ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടുകൂടി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഈ ദൃശ്യം പങ്കുവച്ചത്. സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നത് എന്ന് ദൃശ്യങ്ങളിൽ കാണിക്കുന്നുവെന്നും ഹഗാരി പറയുന്നു. കുടുംബാംഗങ്ങൾക്കും മറ്റു മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കും ഒപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. സിൻവാർ ഉപേക്ഷിച്ചു എന്ന പേരിൽ നോട്ട് കെട്ടുകളും ഇവർ കാണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ടണൽ അടച്ചതോടുകൂടി ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നാണ് IDF പറയുന്നത്. യഹിയ സിൻവാർ മറ്റു മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ തങ്ങൾ എത്തി. മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നു എന്നും ഹഗാരി പറയുന്നു. മുതിർന്ന ഹമാസ് പ്രവർത്തകർ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ കഴിയുന്നത്. അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ നീളുകയാണ്. ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നീളുന്നത് ബന്ദികൾക്ക് പകരം എത്ര ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന വിഷയത്തിൽ തീരുമാനമാകാത്തതിനാലാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഫലസ്തീൻ കമ്മീഷൻ ഓഫ് ഡിഫൻസ്ഡ് അഫയേഴ്സ്, അതുപോലെ തന്നെ ഫലസ്തീനിയൻ പ്രസിഡന്റ്സ് സൊസൈറ്റി എന്നിവരും ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7-ന് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം 7000 ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ്.